സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദ് എഴുതിയ നോവൽ സുമംഗലി ആരംഭിക്കുന്നു. അദ്ധ്യായം 1. അവതരണം സിന്ധു അശോകൻ. അഷ്ടമംഗല്യ താലം, 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്ക്, തിങ്ങി നിറഞ്ഞ ധൂപഗന്ധം. ഇതാണ് പരദേവതാസ്ഥാനം, നന്ദഗോപൻ അറിയിച്ചു. പിതൃക്കളെ ഇരുത്തിയിരിക്കുന്നത് ഇവിടെയാണ്. അച്ഛനും അമ്മയും എല്ലാം ഇവിടെയുണ്ടെന്നാണ് സങ്കല്പം. നമസ്കരിച്ചോളൂ. കസവ് നേരിയത് ഒതുക്കിപ്പിടിച്ച് ഗൗരി എണ്ണമിനിപ്പുള്ള തറയിൽ മുട്ടുകുത്തി. പിന്നെ ശിരസ് തറയിൽ അണച്ച് നമസ്കരിച്ചു. വരൂ. നന്ദഗോപൻ ഗൗരിയുടെ കൈ കവർന്നു. മുകൾ നിലയിലാണ് നമ്മുടെ മുറി. മരപ്പടികളുള്ള പഴയതരം കോണിപ്പടികളാണ് മുകളിലേക്ക്. കടഞ്ഞ അഴികളുള്ള കൈപ്പിടിയിൽ പിടിച്ചാണ് നന്ദഗോപൻ്റെ പുറകെ അവൾ പടികൾ കയറിയത്. പഴയ ഒരു രാജകൊട്ടാരത്തിൻ്റെ ഓർമ്മയാണ് ആ മാളിക വീട് അവളിൽ ഉണർത്തിയത്. കിടക്കറയിലാണെങ്കിൽ ചിത്രപ്പണികളുള്ള ആട്ടുകട്ടിൽ, വീട്ടിൽ പണിത വലിയ വട്ടമേശ, അതിൽ പറക്കാൻ വെമ്പുന്ന ഗരുഡൻ്റെ ദാരുശില്പം. ഇവിടെല്ലാം അറുപഴഞ്ചനായി ഗൗരിക്ക് തോന്നുന്നുണ്ടാവും, ഇല്ലേ? നന്ദഗോപൻ ചോദിച്ചു. ഗൗരി പുഞ്ചിരിച്ചു. ഈ പഴമ എനിക്കിഷ്ടമാണ്. നന്ദഗോപൻ്റെ മുഖത്ത് ആശ്വാസം. പട്ടണത്തിലൊക്കെ പഠിച്ചവളല്ലേ ഗൗരി? എനിക്കൊരു നേരിയ പേടിയുണ്ടായിരുന്നു ഇവിടം ഇഷ്ടമാകുമോ എന്ന്. ഗൗരി വിശാലമായ ജനലിനരികിലായി ഇരുന്നു. ചില്ലുവാതിലുകളുടെ കൊളുത്തെടുത്ത് അവ തുറന്നു വെച്ചു. മരങ്ങൾ തിങ്ങി വളരുന്ന തൊടി, ഉരൽപ്പുരയും തൊഴുത്തും ഗന്ധർവക്ഷേത്രവും ഒക്കെയായി കുറേ കൊച്ചു കൊച്ചു കെട്ടിടങ്ങൾ. മുറ്റത്തിനരികിലായി പ്രാവിൻകൂടുകൾ. ഭംഗിയുള്ള അരിപ്രാക്കൾ അങ്ങിങ്ങ് തത്തി നടക്കുന്നു. അപ്പോഴാണ് കോണിപ്പടിയിൽ കാലച്ച കേൾക്കായത്. ഗൗരി ജനാലയ്ക്കൽ നിന്ന് മെല്ലെ തിരിഞ്ഞു. വധുവിനെ എതിരേൽക്കാൻ ഏറ്റവും മുന്നിലായി നിന്നിരുന്ന ഐശ്വര്യവതിയായ മധ്യവയസ്കയാണ് വാതിലിൽ എത്തിയിരിക്കുന്നത്. അവരുടെ കയ്യിലെ ട്രേയിൽ ഒരു ജഗ്ഗും ഗ്ലാസും, കൂടാതെ ഒരു തളികയിൽ കുറേ പഴങ്ങളും. ഗൗരിക്ക് മനസ്സിലായില്ലേ, ഇതാണ് ചെറിയമ്മ. വാതിൽക്കൽ നിന്ന മധ്യവയസ്കയെ നന്ദഗോപൻ പരിചയപ്പെടുത്തി. അമ്മ മരിച്ച ശേഷം ചെറിയമ്മയായിരുന്നു എനിക്ക് കല്യാണിക്ക് ഒരു തണൽ. അമ്മ മരിക്കുന്നതിന് വളരെ മുമ്പേ അച്ഛൻ മരിച്ചിരുന്നുവെന്ന് അറിയാമല്ലോ. കഥകളൊക്കെ സാവകാശം പറയാം. പുഞ്ചിരിയോടെ അകത്തേക്ക് വന്നുകൊണ്ട് ചെറിയമ്മ അറിയിച്ചു. കുടിവെപ്പ് കഴിഞ്ഞുവല്ലോ. ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് പാലും പഴവും കൊടുക്കുക എന്നതാണ്. ചെറിയമ്മ ട്രേ വട്ടമേശയിൽ വെച്ചു. ഞങ്ങൾക്ക് ഇവിടെ അധികം ബന്ധുക്കളൊന്നുമില്ല, അതുകൊണ്ട് എല്ലാ ചടങ്ങുകളും ഞാൻ തന്നെ ചെയ്യുകയാ. പാൽ നിറച്ച ഗ്ലാസ് എടുത്ത് ചെറിയമ്മ നന്ദഗോപൻ്റെ കയ്യിൽ കൊടുത്തു. പാതി കുടിച്ച് ബാക്കി ഗൗരിക്ക് കൊടുത്തോളൂ. ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചിട്ട് നന്ദഗോപൻ ഗൗരിയെ നോക്കി. എച്ചിൽ കഴിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ ഗൗരിക്ക്? ചെറിയമ്മയോട് ഒരു ഗ്ലാസ് കൂടി കൊണ്ടുവരാൻ പറയാം. ഉടൻ ചെറിയമ്മയും ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മറുപടിക്കായി ഈ ഒരു ഗ്ലാസ് മതി, കുനിഞ്ഞ മുഖത്തോടെ ഗൗരി അറിയിച്ചു. ചെറിയമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അതാണ് ഒരുമ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും എല്ലാം പരസ്പരം സമർപ്പിച്ചിരിക്കണം. രണ്ടെന്ന ചിന്ത പാടില്ല. എന്നാലേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കൂ. ഒരല്പം പാലകത്താക്കിയിട്ട് നന്ദഗോപൻ ഗ്ലാസ് ഗൗരിക്ക് നൽകി. നന്ദഗോപൻ്റെ പെൺകുട്ടിയെ കാണാനായി ഒരുപറ്റം പെണ്ണുങ്ങൾ താഴെ എത്തിയിട്ടുണ്ട്. അയൽക്കാരും അകന്ത ബന്ധുക്കളുമൊക്കെയാണ്. ഇനി നാളെ ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇത്ര ദൂരെ യാത്ര ചെയ്തു വന്നതല്ലേ, ഗൗരി വിശ്രമിക്കട്ടെ. ഗൗരിക്ക് അങ്ങനെ തന്നെയല്ലേ? ചെറിയമ്മ അവളോട് തിരക്കി. ചെറിയമ്മയുടെ ഇഷ്ടം, ഗൗരി മന്ത്രിച്ചു. ചെറിയമ്മയ്ക്ക് തൃപ്തിയായി. ഗൗരി പാൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയമ്മ ഗ്ലാസ് പിടിച്ചു വാങ്ങി. വാതിൽ വരെ നടന്നിട്ട് അവർ തിരിഞ്ഞു നിന്നു. അത്താഴത്തിന് എന്തേ ഗൗരിക്ക് പ്രത്യേക ഇഷ്ടം വല്ലതുമുണ്ടോ? ചെറിയമ്മയുടെ ഇഷ്ടം പോലെ. അത് കേട്ട് ചെറിയമ്മ വല്ലാതെ ചിരിച്ചുപോയി. എല്ലാം എൻ്റെ ഇഷ്ടമാ. ഗൗരിയുടെ ചുണ്ടിൽ നാണം പുരണ്ട ചിരി. എൻ്റെ നന്ദൻ്റെ മനസ്സിലുണ്ടായിരുന്നതുപോലെ തന്നെ കുട്ടിയെ കിട്ടിയല്ലോ. ചെറിയമ്മ നന്ദഗോപനെ അഭിനന്ദിച്ചു. എല്ലാം ഈ ചെറിയമ്മയുടെ പ്രാർത്ഥനയാണെന്ന് മറക്കണ്ട. കുസൃതി ചിരിയോടെ അവർ കോണിപ്പടി ഇറങ്ങിപ്പോയി. ചെറിയമ്മ എങ്ങനെ? നന്ദഗോപൻ ഗൗരിയോട് ആരാഞ്ഞു. അവൾ നിശബ്ദം പുഞ്ചിരിച്ചതേ ഉള്ളൂ. മനസ്സ് നിറഞ്ഞിരുന്നു. തൻ്റെ സങ്കല്പങ്ങളെ അതിശയിപ്പിക്കുന്ന വീട്, സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായ ആളുകൾ, ഇതിനു മാത്രം താൻ ഭാഗ്യവതിയായിരുന്നോ? അകലെ ഗ്രാമത്തിലെ നിസ്സാരനായ ഒരു ഹൈസ്കൂൾ അധ്യാപകൻ്റെ മകൾ. MA വരെ പഠിച്ചു എന്നത് മാത്രമാണ് ഏക യോഗ്യത. ഉന്നത ശീർഷനായ ഈ ഭർത്താവിനെ കിട്ടാൻ നയാ പൈസ സ്ത്രീധനവും വേണ്ടി വന്നില്ല. അച്ഛൻ്റെ ആദർശത്തെ മാനിച്ച് അനാർഭാടമായ കല്യാണത്തിന് സമ്മതിച്ചു. ഒരു മാറ്റക്കല്യാണമാണെന്നത് മാത്രമാണ് തങ്ങൾ കണ്ട ഏക പോരായ്മ. 1.5 വയസ്സിന് ഇളയവനായ സഹോദരൻ ചന്തുവിനെ കൊണ്ട് തൻ്റെ സഹോദരിയുടെ കഴുത്തിലും താലി കെട്ടിക്കണം. അത്രമാത്രം. അച്ഛൻ്റെ ഒരു സ്നേഹിതൻ മുഖേന വന്ന ആലോചനയാണ്. ആദ്യ നിമിഷം തന്നെ അമ്മ തടസ്സം പറഞ്ഞു. മാറ്റക്കല്യാണമാണെങ്കിൽ വേണ്ട. ഒന്ന് പിഴിച്ചാൽ മറ്റേതിനെയും അത് ബാധിക്കും. അല്ലെങ്കിൽ തന്നെ അതൊരു നാണം കെട്ട ഏർപ്പാടാ.
പക്ഷേ മകൾക്ക് വന്ന ആലോചനയോട് അച്ഛന് മതിപ്പായിരുന്നു. അതുകൊണ്ട് അച്ഛൻ അതിനെ ന്യായീകരിച്ചു. ഒന്ന് പിഴച്ചാലല്ലേ മറ്റതിനെ ബാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ മക്കളെ അറിയാമല്ലോ. അവരുടെ പക്ഷത്ത് നിന്ന് ഒരു പിഴവ് സംഭവിക്കില്ല. പിന്നെ ആ പയ്യനെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എത്ര മികച്ചൊരാലോചന. ഗൗരിക്കിനി വേറെ കിട്ടാനില്ല. എന്നാലും അയാളുടെ അനുജത്തിയെ കൂടി കണ്ടിട്ടേ ഞാൻ വാക്കുറപ്പിക്കുള്ളൂ. പോരെ? അനുജത്തിയുടെ ഫോട്ടോഗ്രാഫാണ് മുമ്പേ കണ്ടത്. നല്ല ഐശ്വര്യമുള്ള മുഖം, ഭംഗിയുള്ള കണ്ണുകൾ. എന്നിട്ടും അച്ഛൻ നേരിൽ കണ്ടിട്ടേ വാക്കുറപ്പിച്ചുള്ളൂ. ധാവണിയിട്ട കുട്ടിയാണ് അച്ഛൻ്റെ വാക്കുകൾ. പ്രായവും കുറവ്. പേര് ചോദിച്ചു. കല്യാണി എന്ന് പറഞ്ഞു. പേരുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ ഇഷ്ടമായി. എൻ്റെ അമ്മയുടെ പേരാണല്ലോ, പിന്നെ ഒന്നും ചോദിക്കണമെന്ന് തോന്നിയില്ല. അകത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ചന്തുക്കുട്ടൻ MA ജയിച്ചതേയുള്ളൂ. കോളേജിൽ ഉടനെ ജോലി തരപ്പെടും. അത് കഴിഞ്ഞിട്ട് മതി അവരുടെ കല്യാണം എന്ന് നിശ്ചയിച്ചു. അതിനാൽ അവരുടെ പെണ്ണ് കാണൽ നീട്ടിവെച്ചു. രണ്ടാളും പരസ്പര ഫോട്ടോഗ്രാഫുകളിലൂടെ മാത്രമാണ് കണ്ടത്. കല്യാണത്തിന് കല്യാണി വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. ചന്തു ഒരുപക്ഷെ ആശയോടെ വരൻ്റെ സംഘത്തിൽ തിരഞ്ഞു കാണും. എന്തേ കല്യാണി വന്നില്ല? വധുവിനെ എതിരേറ്റപ്പോഴും അവളെ കണ്ടില്ല. എന്തേ ഗൗരി ആലോചിക്കുന്നത്? നന്ദഗോപൻ മുഖത്തേക്ക് നോക്കി. കല്യാണിയെ കണ്ടേയില്ല. നന്ദഗോപൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അവളൊരു പ്രത്യേക തരമാണ്. താഴെ എവിടെയെങ്കിലും ഉണ്ടാവും. ഗൗരി വരൂ, നമുക്കൊന്ന് തിരയാം. അവർ ഒരുമിച്ച് കോണി ഇറങ്ങി. മാറ്റക്കല്യാണമായി 2 കല്യാണങ്ങളും തീരുമാനിക്കപ്പെട്ട നിമിഷം തൊട്ടേ വെമ്പലായിരുന്നു കല്യാണിയെ കാണാൻ. തങ്ങളുടെ ചന്തുവിന് ചേരുന്നവളാണോ എന്നറിയണം. രൂപമല്ലല്ലോ പ്രധാനം, സ്വഭാവമല്ലേ. വിശേഷിച്ചും ചന്തുവിനെ പോലെ വലിയ സങ്കല്പങ്ങളൊക്കെയുള്ള ഒരുവനുമായി പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ നിസാര കാര്യം മതി ചന്തുവിൻ്റെ മനസ്സ് തകരുവാൻ. പെൺകുട്ടികളെപ്പോലെ വിമ്മി വിമ്മി കരയുകയും ചെയ്യും. അവൻ ഇങ്ങനെ ആയല്ലോ എന്ന് അച്ഛൻ ചിലപ്പോഴൊക്കെ പരാതി പറയാറുമുണ്ട്. ആഹാ, രണ്ടാളും ഇങ്ങോട്ട് പോന്നോ? അടുക്കള വാതിൽക്കലെത്തിയ ഗൗരിയോട് നന്ദഗോപനോടുമായി ചെറിയമ്മ ചോദിച്ചു. ചെറിയമ്മ അടുപ്പിൽ കനലിലിട്ട് തേങ്ങാ കഷ്ണങ്ങൾ ചുട്ടെടുക്കുകയായിരുന്നു. നാടൻ അടുക്കളയാണ്, വിറകുകൊണ്ട് കത്തിക്കുന്ന അടുപ്പുകളും. പക്ഷെ മുറിയിൽ നല്ല വൃത്തി. സാധനങ്ങൾ അടുക്കോടെ വെച്ചിരിക്കുന്നു. അടുക്കളയിൽ പരിഷ്കൃത സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ചതാവും. അല്ലെങ്കിൽ നന്ദേട്ടൻ്റെ നിലയ്ക്കും വിലയ്ക്കും എന്തെല്ലാം മോടികളാക്കാമായിരുന്നു. ഔദ്യോഗിക പദവി മാത്രമല്ല നന്ദേട്ടന്. നാട്ടിലെ ഏറ്റവും സമ്പന്ന കുടുംബമാണ് അവരുടേതെന്നാണ് അച്ഛൻ പറഞ്ഞത്. ചുട്ട തേങ്ങാക്കൊത്തുകൾ ഒരു പിഞ്ഞാണത്തിലെടുത്തിട്ടു ചെറിയമ്മ. അത്താഴത്തിന് ഇവിടെ കഞ്ഞിയാണ് പതിവ്. കടുമാങ്ങിയും ചുട്ട തേങ്ങയുടെ ചമ്മന്തിയും പയറുതോരനും പപ്പടം ചുട്ടതും. കഴിഞ്ഞ വർഷത്തെ കടുമാങ്ങിയാണ്. നല്ല കണ്ണിമാങ്ങിയാണെങ്കിൽ പഴുകുന്തോറും സ്വാദ് വർദ്ധിക്കും, ചെറിയമ്മ പറഞ്ഞു. ഉയർത്തിക്കെട്ടിയ അടുപ്പിൻ ചുവട്ടിൽ മണ്ണ് കുഴച്ച് അടച്ചു മൂടിയ ഭരണികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. കടുമാങ്ങിയാവണം. കുട്ടി പട്ടണത്തിലൊക്കെ പഠിച്ചതല്ലേ, കഞ്ഞി കുടിക്കുമോ ആവോ? ചെറിയമ്മ ചോദിച്ചു. വേണമെങ്കിൽ ചോറാക്കാം, അല്ലെങ്കിൽ പലഹാരം വല്ലതും. പട്ടണത്തിൽ പഠിച്ചെന്നേയുള്ളൂ, ഗൗരി വിനയത്തോടെ അറിയിച്ചു. ജനിച്ചതും വളർന്നതും നാട്ടുമ്പുറത്താണ്. ചെറിയമ്മയുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കം. അടുക്കളയിൽ ചെറിയമ്മയുടെ ഏകാധിപത്യമാണ്. നന്ദഗോപൻ പറഞ്ഞു. എല്ലാം സ്വയം ചെയ്യണതാ ചെറിയമ്മയ്ക്കിഷ്ടം. പുറത്തെ പണികൾക്കൊക്കെ ജോലിക്കാരുണ്ട്. അവർക്കും കൂടി വെച്ച് വിളമ്പുന്ന ജോലി ചെറിയമ്മ ഏറ്റിരിക്കുകയാണ്. ചെറിയമ്മ പുഞ്ചിരിച്ചു. ഇവൻ പറയണത് അപ്പാടെ വിശ്വസിക്കണ്ടാട്ടോ ഗൗരിയെ, ചെറിയമ്മ ഉപദേശിച്ചു. കല്യാണി എവിടെ ചെറിയമ്മേ? നന്ദഗോപൻ തിരക്കി. തൊടിയിലുണ്ടാവും, അല്ലെങ്കിൽ പുഴക്കരയിൽ. പുഴക്കരയിലോ? ഗൗരിക്ക് വിസ്മയം. ആ, നന്ദഗോപൻ മൂളി. ദൂരെയൊന്നുമല്ല, ഈ വീടിന് പിന്നിലൂടെ ഒഴുകുന്ന പുഴയാണ് പുല്ലാനിപ്പുഴ. എല്ലാ കാലത്തും നല്ല കണ്ണീര് പോലെ തെളിവുള്ള വെള്ളമാണ്. ഗൗരിക്ക് കുളിരനുഭവപ്പെട്ടു. പുഴയോരത്തൊരു വീട് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ചെറിയ കുട്ടികളെപ്പോലെ സംസാരിക്കുന്ന ഭർത്താവ്. കല്യാണിയെക്കുറിച്ച് മാത്രമാണ് ഉത്കണ്ഠ അനുഭവപ്പെട്ടത്. ഈ വീട്ടിലെ ഒരു പുതിയ അംഗമായി കടന്നു വന്നിരിക്കുകയാണ് താൻ. തന്നെ കാണാൻ വന്ന അയൽക്കാരി പെണ്ണുങ്ങളുടെ താല്പര്യം പോലുമില്ലാതെ തൊടിയിലും പുഴയോരത്തുമൊക്കെ ചുറ്റിക്കറങ്ങുകയാണോ തൻ്റെ ഭർത്തൃ സഹോദരി? 2 വിധത്തിലാണ് അവൾ താനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏട്ടൻ്റെ ഭാര്യയായും ഭാവി ഭർത്താവിൻ്റെ സഹോദരിയായും. എന്നിട്ടും കാടുപോലെ പുല്ല് വളർന്ന തൊടി, അങ്ങിങ്ങ് പക്ഷികളുടെ ചിലപ്പ്, സുഖകരമായ ഒരു തണുപ്പ് തങ്ങി നിൽക്കുന്ന അന്തരീക്ഷം. നന്ദഗോപൻ മെല്ലെ ഗൗരിയുടെ കൈ കവർന്നു. വരൂ. കല്യാണിയെക്കുറിച്ച് തന്നെയാണ് ഗൗരി ചിന്തിച്ചുകൊണ്ടിരുന്നത്. തങ്ങളുടെ വീട്ടിലെത്തിയാൽ അവൾക്ക് ഇങ്ങനെയൊരു വലിയ വളപ്പും പുഴയോരം ഒന്നും ഓടിക്കളിക്കാൻ കിട്ടില്ല. അച്ഛൻ ജോലി ചെയ്തിരുന്ന ഹൈസ്കൂളിന് സമീപത്തായി 3 കിടക്കമുറിയും 1 ഇരിപ്പുമുറിയും അടുക്കളയും മാത്രമുള്ള ഒറ്റ നിലയിൽ പണിത ഒരു ഇടത്തരം വീടുണ്ട്. ചുറ്റിനുമായി 40 സെൻറ് സ്ഥലവും. അവിടെ തെങ്ങും വാഴയും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്തിരിക്കുകയാണ്. വീട്ടുമുറ്റത്തൊരു ചെറിയ ഉദ്യാനവുമുണ്ട്. ഇവിടത്തേതിൻ്റെ 4-1 വലിപ്പമില്ലാത്ത അടുക്കള.
വിറക് വില കൊടുത്ത് വാങ്ങി മടുത്ത അച്ഛൻ ഗ്യാസ് എടുപ്പ് ഏർപ്പാടാക്കി കഴിഞ്ഞു. പരിചാരകരില്ലാത്ത വീട് എങ്കിലും എല്ലാവർക്കും ദിവസേന അമ്പലത്തിൽ പോകാനും മാസത്തിൽ 2 പ്രാവശ്യം കുടുംബസമേതം പട്ടണത്തിൽ പോയി സിനിമ കാണാനും സമയം ലഭിക്കുന്നു. ഒരു ധനികനൊന്നും ആവണ്ട എനിക്ക്, സാമാന്യ സന്തോഷമായി ജീവിച്ചാൽ മതി. അച്ഛൻ്റെ അഭിപ്രായം അതാണ്. ചന്തുവും അച്ഛൻ്റെ അതേ ആദർശക്കാരനാണ്. ഈ മാറ്റക്കല്യാണത്തിൻ്റെ ആലോചന വന്നപ്പോൾ അവൻ അച്ഛനോട് പറഞ്ഞു, ചേച്ചിക്കൊരു നല്ല ജീവിതം ലഭിക്കുമെങ്കിൽ പെണ്ണ് കാണൽ പോലും വേണ്ട. ഈ മാറ്റത്തിന് ഞാൻ സമ്മതിച്ചേക്കാം. എനിക്കൊന്നേ വേണ്ടൂ, ഈ വീട്ടിൽ ഒതുങ്ങുന്ന പെണ്ണായിരിക്കണം. എനിക്ക് സഹിക്കാൻ പറ്റണം. ചന്തുവിന് സഹിക്കാൻ പറ്റുന്നവളാണോ കല്യാണി? അതറിയാനാണ് തിടുക്കം. പെണ്ണ് കാണൽ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും സങ്കല്പങ്ങളില്ലാത്തവനല്ല ചന്തുവെന്നറിയാം. പെൺകുട്ടികളെക്കുറിച്ചുള്ള അവൻ്റെ പ്രതികരണങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. പരിഷ്കാരികളോട് താല്പര്യമില്ലെന്ന് ഉറപ്പ്. പുടവയും നേരിയത് വണഞ്ഞ പെണ്ണുങ്ങളെ കാണുന്നത് വലിയ ഇഷ്ടമാണെന്ന് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. നീണ്ട മുടി തുമ്പ് കെട്ടിയിട്ട് നടക്കുന്നത് ചന്തമാണത്രേ. ആഭരണങ്ങളില്ലെങ്കിലും പൂവ് ചൂടിക്കൊള്ളണം. അടുത്തു വരുമ്പോൾ കുളി കഴിഞ്ഞതിൻ്റെ സുഗന്ധവും കുപ്പിവളകളുടെയും പാദസരങ്ങളുടെയും കിലുക്കവും. തനി പഴഞ്ചനാണ് കേട്ടോ ചന്തൂട്ടി നീ എന്ന് പരിഹസിച്ചിട്ടുണ്ട്. അപ്പോൾ പറയും, എനിക്ക് പഴയതാണിഷ്ടം. പഴയതരം വീട്, പഴയ പാട്ടുകൾ, പഴയ ഓർമ്മകൾ, നാടൻ കറികൾ, തിരക്കില്ലാത്ത ഇടവഴികൾ. ചന്തുവിന് തീർച്ചയായും ഈ വീടും പരിസരവും ഇഷ്ടമാവും, അത് ഉറപ്പാണ്. പക്ഷെ കല്യാണിയെയോ? ഗൗരി വളരെ കുറച്ചേ സംസാരിക്കൂ അല്ലേ? നന്ദഗോപൻ ചോദിച്ചു. ഗൗരി പുഞ്ചിരിച്ചു. വായാടികളിൽ എനിക്കും താല്പര്യമില്ല. നന്ദഗോപൻ തുടർന്നു. പക്ഷെ ഇത്ര മൗനിയാവാൻ പാടില്ല. ഒരുപാട് പറയാനുള്ള ഇപ്പോഴും മൗനം വരാം, ഗൗരി പറഞ്ഞു. നന്ദഗോപൻ വിസ്മയത്തിൽ അവളെ നോക്കി. അപ്പോൾ ഒരുപാട് പറയാനുണ്ടല്ലേ? ഗൗരി മിണ്ടിയില്ല. ഈ പരിസരമൊക്കെ ഇഷ്ടമായോ? ഗൗരി മൂളി. ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളവനാ ഞാൻ. ഇന്ത്യക്ക് വെളിയിലും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഇതാണ്. ഇവിടെ കിട്ടുന്ന സമാധാനം മറ്റൊരിടത്തും കിട്ടില്ല. ഇതൊക്കെ തറവാട്ടുവകയാണോ? ഗൗരി ചോദിച്ചു. ആ, ഞാനും കല്യാണിയും മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ അവകാശികൾ. എല്ലാം കല്യാണിയുടെ പേരിൽ എഴുതി കൊടുക്കാനാ തീരുമാനം. ഗൗരി നിശബ്ദം നടന്നു. നമുക്ക് ജീവിക്കാനുള്ളത് എൻ്റെ സ്വകാര്യ സമ്പാദ്യത്തിലുണ്ട്. കല്യാണിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം സൗകര്യം പോലെ നമുക്ക് മറ്റെവിടെയെങ്കിലും ഒരു വീട് വയ്ക്കാം. എന്താ? ഗൗരി മെല്ലെ തലയാട്ടി. അമ്മയുടെ വക കുറേ പഴയ ആഭരണങ്ങളുണ്ട്. 100 പവനിലധികം വരുമെന്നാണ് ചെറിയമ്മ പറയണത്. അതും കല്യാണിക്ക് കൊടുക്കാനാണ് തീരുമാനം. അവളുടെ സ്ത്രീധനമായിക്കോട്ടെ. ഞാൻ ധനമൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഗൗരി നന്ദഗോപനെ നോക്കി. ഗൗരി ഒരു ധനമല്ലേ? അവൾക്ക് കുളിര് കോരി. ഇതാണ് ഗന്ധർവക്ഷേത്രം, നന്ദഗോപൻ പറഞ്ഞു. ആണ്ടിലൊരിക്കൽ പൂജയുണ്ടാകും. കല്യാണി ഇവിടെയൊന്നും കാണാനേ ഇല്ലല്ലോ. ഗൗരി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ആരാഞ്ഞു. പുഴക്കരയിലുണ്ടാവും, നന്ദഗോപൻ പറഞ്ഞു. കുളിക്കാൻ കടവിൽ വല്ല പെണ്ണുങ്ങളും എത്തിയിട്ടുണ്ടാവും. അവിടെ വാചകമടിച്ച് നിൽക്കുകയാവും. അല്ലെങ്കിൽ കല്യാണ വിശേഷങ്ങൾ ആരായ പെണ്ണുങ്ങൾ അവളെ പിടിച്ചു വെച്ചതും ആവാം. ആ മറുപടി ഗൗരിയെ തൃപ്തിപ്പെടുത്തിയില്ല. ഈ കല്യാണി ആരാണ്? അത്രയ്ക്കും ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ഈ വീട്ടിൽ ഇന്നൊരു വിവാഹം നടന്നതാണ്. അവളുടെ ഏട്ടനൊരു വധുവിനെ കൊണ്ടുവന്നിരിക്കുന്നു. ആ സ്ത്രീയുടെ മുഖം എങ്ങനെയുണ്ടെന്ന ആകാംക്ഷ പോലും ഈ പെൺകുട്ടിക്ക് ഇല്ലെന്നോ? അതോ ഈ കല്യാണി എന്നവൾ മാനസിക വളർച്ച എത്തിയിട്ടില്ലാത്ത പെൺകുട്ടിയാണോ? അല്ലെങ്കിൽ അവൾക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന് വരുമോ? കല്യാണി പഠിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? ഗൗരി തിരക്കി. അതെ, പ്രീ ഡിഗ്രിയാണ്, 2ാം വർഷം. ഏത് കോളേജിലാണ്? കോളേജിലല്ല, വീട്ടിലിരുത്തി പഠിപ്പിച്ച പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യിക്കുന്നേയുള്ളൂ. ഗൗരിയിൽ നേരിയൊരു സംഭ്രമം. കോളേജിൽ അഡ്മിഷൻ കിട്ടാഞ്ഞിട്ടാണോ? അതുകൊണ്ടല്ല. പ്രൈമറി ക്ലാസ് കഴിഞ്ഞതിൽ പിന്നെ അവൾ പഠിച്ചതെല്ലാം പ്രൈവറ്റായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക തരക്കാരി അവൾ. സ്നേഹവും ആത്മാർത്ഥതയും കൂടുതലുള്ളത് കൊണ്ടാവും. പെട്ടെന്ന് പിണങ്ങും, ക്ഷോഭിക്കും, വഴക്കിടാനും മടിക്കില്ല. മറ്റൊന്നും കൊണ്ടുമല്ല. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചതല്ലേ. ഞാനിവിടെ ഇല്ലാത്തപ്പോഴെല്ലാം അവളും ചെറിയമ്മയും മാത്രമായിരിക്കും ഇവിടെ. ചെറിയമ്മയാണെങ്കിൽ കടുത്തൊരു വാക്ക് പറയില്ല. ഞാനാണെങ്കിലും ഒരു കാര്യത്തിലും അവളെ ശകാരിക്കാറില്ല. അതിൻ്റെ ഒരു ചെറിയ തകരാറുണ്ട് അവൾക്ക്, അത്രയേ ഉള്ളൂ. ഗൗരിക്ക് നേരിയ തളർച്ച തോന്നി. വീടിന് പുറത്തിറങ്ങി ശീലിച്ചിട്ടില്ലാത്ത കുട്ടി, പെട്ടെന്ന് പിണങ്ങി വഴക്കിടുന്നവൾ. ഒരുപക്ഷെ അനുജത്തിയുടെ ഈ പ്രത്യേകത കണക്കിലെടുത്താവുമോ ഇങ്ങനെയൊരു മാറ്റക്കല്യാണത്തിലൂടെ അവൾക്ക് ഒരു വരനെ സംഘടിപ്പിക്കുവാൻ അദ്ദേഹം ഒരുങ്ങിയത്? അങ്ങനെയാണെങ്കിൽ തനിക്കൊരു വധുവല്ല, അനുജത്തിക്കൊരു വരനെ മാത്രമാവും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാവും തൻ്റെ നിലയും വിലയും അദ്ദേഹം പ്രശ്നമാക്കാതിരുന്നത്. തറവാട്ടു സ്വത്ത് മുഴുവൻ അനുജത്തിയുടെ പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിൽ നിന്ന് തന്നെ അനുജത്തിയോടുള്ള സ്നേഹം ഉറപ്പായല്ലോ. ഗൗരിയുടെ തൊണ്ടയിൽ ഒരു തേങ്ങൽ തടഞ്ഞു. കണ്ണുകൾ എരിഞ്ഞു. അവളുടെ മനസ്സറിഞ്ഞതുപോലെയായിരുന്നു നന്ദഗോപൻ്റെ ബാക്കി സംസാരം. കല്യാണിയെപ്പോലൊരു കുട്ടിയെ മനസ്സിലാകണമെങ്കിൽ വിദ്യാഭ്യാസവും സന്മനസ്സും ആർദ്ര ഹൃദയവുമുള്ള ഒരു ചെറുപ്പക്കാരനെ കഴിയൂ.
ഗൗരിയുടെ സഹോദരനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ അനുജത്തിയിൽ നിന്ന് വല്ല നിസാര പിഴവുകൾ വന്നാലും അയാൾക്കത് പൊറുക്കാൻ കഴിയുമെന്ന്. അതുപോലെ ഗൗരിയുടെ മാതാപിതാക്കൾ സംസ്കാരസമ്പന്നരായ അത്തരം അച്ഛനമ്മമാർക്ക് എൻ്റെ അനുജത്തിയെപ്പോലൊരു പെൺകുട്ടിയെ മരുമകളായി അംഗീകരിക്കാൻ കഴിയൂ. അപ്പോൾ തൻ്റെ സഹോദരനും മാതാപിതാക്കളുമായിരുന്നു നന്ദേട്ടന് പ്രധാനം? ഗൗരി ചോദിച്ചില്ല. ഒന്ന് പൊട്ടിക്കരയാനുള്ള പ്രേരണ അവളിൽ ഉൾക്കടലമായി. അവർ പുഴയോരത്തെത്തി. കടവും പരിസരവും ശൂന്യമായിരുന്നു. സൂര്യൻ പുഴയിൽ നീരാട്ടിനൊരുങ്ങുന്നു. കല്യാണിയെ കണ്ടില്ലല്ലോ. ഗൗരി നന്ദഗോപനെ നോക്കി. ഇക്കുറി നന്ദഗോപനിലും നേരിയൊരു പരിഭവം കാണായി. വീട്ടിലേക്ക് മടക്കം തിടുക്കത്തിലായിരുന്നു. അവർ ഇടനാഴിയിൽ എത്തിയപ്പോൾ അകത്ത് ചെറിയമ്മയുടെ ശബ്ദം കേൾക്കാറായി. അങ്ങനെയൊന്നും പറയല്ലേ മോളെ, നിന്നെ കാണാതെ അവർ രണ്ടാളും കൂടി തെരഞ്ഞു പോയിരിക്കുക. തൊടിയിലും പുഴയോരത്തുമൊക്കെ തപ്പണുണ്ടാവും. ആ നേരത്തെ നീ ഇവിടെ കൊട്ടക്കളത്തിൽ കയറി ഒളിച്ചിരുന്നാലോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആരെയും കാണണ്ട. ഗൗരി നന്ദഗോപനെ നോക്കി. കല്യാണിയാണോ അത്? നന്ദഗോപൻ പക്ഷെ സ്തബ്ധനായി നിൽക്കുകയാണ്. ആ കുട്ടി എന്ത് വിചാരിക്കും മോളെ? ചെറിയമ്മയുടെ ദയനീയ സ്വരം. അത് ഇവിടേക്ക് വന്നു കയറിയതല്ലേ ഉള്ളൂ. നീ എവിടെ പോയെന്ന കുട്ടി സംശയിക്കില്ലേ? അതിന് മുഖം കൊടുക്കാതെ നീ ഓടി മാറി നടന്നാൽ അവൾ തെറ്റിദ്ധരിക്കില്ലേ? അവളുടെ കുടുംബത്തിലേക്കാണ് നാളെ നീ പോകേണ്ടത്. ഇല്ല, ഞാൻ എവിടേക്കുമില്ല. ചെറിയ കുട്ടികളെ പോലെയുള്ള ചിടുങ്ങൽ. അത് കല്യാണിയാണ്. ഗൗരിക്ക് ഉറപ്പായി. അതോടെ അവൾക്ക് വല്ലാത്തൊരു തളർച്ച. കല്യാണത്തിന് ഞാനും വരുമെന്ന് പറഞ്ഞപ്പോൾ നന്ദൻ എന്തിനാ തടഞ്ഞത്? കല്യാണിയുടെ ശബ്ദം. ഞാൻ ചെല്ലുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? വേണ്ട, നന്ദൻ്റെ പെണ്ണിനെ എനിക്കിനി കാണണ്ട. ഗൗരി വീണ്ടും നന്ദഗോപൻ്റെ നേർക്ക് തിരിഞ്ഞു. കല്യാണി എന്തേ ഏട്ടനെ നന്ദൻ എന്ന് പേരെടുത്തു പറയുന്നത്? അവളെക്കാൾ എത്രയോ മൂത്ത ആളാണ് നന്ദേട്ടൻ. അപ്പോൾ ചെറിയമ്മയുടെ സാന്ത്വനം കേട്ടു. നീ ചെല്ലുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല മോളെ നന്ദൻ നിന്നെ കല്യാണത്തിന് കൊണ്ടുപോകാതിരുന്നത്. നിന്നെ കൊണ്ടുപോകണ്ടെന്ന് ചെറിയമ്മ പറഞ്ഞിട്ടാ. ചെറിയമ്മയ്ക്ക് എന്താ നഷ്ടം? ആ വീട്ടിലേക്കല്ലേ നിന്നെ കല്യാണം കഴിച്ചയക്കാൻ പോകുന്നത്? നിന്റെ ചെക്കൻ്റെ വീടല്ലേ അത്? കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിയും വരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പെൺകുട്ടികൾ പോകാൻ പാടില്ല. കുറിച്ചിലാണ്. കല്യാണിയിൽ നിന്ന് പിന്നെ ശബ്ദം ഉണ്ടായില്ല. നന്ദേട്ടനെ കല്യാണി പേര് ചൊല്ലിയാണോ വിളിക്കുന്നത്? ഗൗരി ശബ്ദം താഴ്ത്തി തിരക്കി. ചെറിയമ്മ വിളിക്കുന്നത് കേട്ടാവും. കുട്ടിക്കാലം മുതലേ അവൾ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. പിന്നീട് തിരുത്താനായില്ല. നന്ദൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും മനസ്സിലെ ഏട്ടൻ എന്ന വിചാരം ഉണ്ടാകുമല്ലോ. കേട്ട് ശീലിച്ചു പോയതുകൊണ്ട് എനിക്കിപ്പോഴും അതിൽ അസുഖമൊന്നും തോന്നുന്നുമില്ല. ഗൗരി ആദ്യമായി കേട്ടതുകൊണ്ടാണ്. നന്ദഗോപൻ സാവധാനം അകത്തേക്ക് നടന്നു. പുറകെ ഗൗരിയും. അകത്തെ മുറിയിൽ ചെറിയമ്മയുടെ അരികിൽ കല്യാണി. പട്ടുപാവാടയും ധാവണിയും അണിഞ്ഞ് ഫോട്ടോഗ്രാഫിൽ കണ്ടതിലും ഭംഗിയുള്ള പെൺകുട്ടി. ഒറ്റക്കാഴ്ചയിൽ ആർക്കും ഇഷ്ടം തോന്നുന്ന മുഖം. നോക്കൂ, ഇതാണ് മോളുടെ ഏട്ടത്തിയമ്മ. ചെറിയമ്മ ഗൗരിയെ കല്യാണിക്ക് പരിചയപ്പെടുത്തി. കല്യാണിയുടെ മുഖത്തൊരു പതിഞ്ഞ് പുഞ്ചിരി പ്രകടമായി. ഗൗരിയുടെ മുഴുവൻ ശ്രദ്ധയും അവളിലായിരുന്നു. താൻ ഭയപ്പെട്ടതുപോലെ കൊഴുപ്പമൊന്നും ഉള്ളവളാണെന്ന് തോന്നുന്നില്ല. നന്ദേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക തരം, അത്രയേ ഉള്ളൂ. കുട്ടിക്കളി മാറിയിട്ടുണ്ടാവില്ല. ഏട്ടനെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ കല്യാണിയുടെ ഈ പ്രത്യേകതകൾ ചന്തക്കുട്ടനെ ആകർഷകമായി തോന്നിയാലോ? അവനൊരു പ്രത്യേക തരമാണല്ലോ. ദേ, നന്ദഗോപൻ അനിത്യയുടെ നേർക്ക് വിരൽ ചൂണ്ടി. എന്നെ പേര് വിളിക്കുന്നത് പോലെ ഗൗരിയെ പേര് വിളിച്ചേക്കരുത്. ചന്തുവിനേക്കാൾ 1.5 വയസ്സിന് മൂത്തവളാണ്. ഓർത്തോളണം. ചന്തു ആരാണെന്ന് അറിയാമല്ലോ. കല്യാണിയുടെ മുഖത്ത് നാണം. ഗൗരിക്ക് സമാധാനമായി. അവൾ മെല്ലെ കല്യാണിയുടെ അരികിലെത്തി. കൊട്ടത്തളത്തിൽ ഒളിച്ചിരുന്നിട്ട് ഞങ്ങളെ തൊടി മുഴുവൻ ചുറ്റിച്ചത് മോശമായി കേട്ടോ. ഗൗരി ഒരു കുസൃതി പറഞ്ഞതാണ്. എന്നാൽ കല്യാണിയുടെ മുഖം വല്ലാതെയായി. അവൾ ഗൗരിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എന്നിട്ട് നന്ദഗോപനെ തറച്ചു നോക്കി. ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നു അല്ലേ? ഒപ്പം അവളിൽ നിന്ന് ഏങ്ങൽ ഉയർന്നു. മറ്റുള്ളവർ പറയുന്നത് ഒളിച്ചു നിന്ന് കേൾക്കുന്നവർ ആരായാലും എനിക്കിഷ്ടമല്ല. അവൾ വെറുപ്പോടെ ഗൗരിയെ നോക്കി. ഗൗരി തീർത്തും തകർന്നു പോയിരുന്നു. മറ്റുള്ളവർക്ക് കേൾക്കാൻ കൊള്ളാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് ഞാൻ നിനക്ക് താക്കീത് തന്നിട്ടുള്ളതാണല്ലോ. നന്ദഗോപൻ കനത്തിൽ കല്യാണിയെ നോക്കി. കല്യാണിക്ക് വലിയ അപമാനമായി അത്. ഒരു സ്ഫോടനത്തിനുള്ള ഒരുക്കം അവളിൽ. മറ്റുള്ളവർക്ക് കേൾക്കാൻ കൊള്ളാത്ത കാര്യം എന്തേ ഞാനിപ്പോൾ പറഞ്ഞത്? ഒരു ചീറലോടെ അവൾ നന്ദഗോപൻ്റെ നേർക്ക് പാഞ്ഞു ചെന്നു. അവൻ്റെ ഷർട്ടിൽ കടന്നു പിടിച്ചു. പറയടാ. കല്യാണത്തിന് വേണ്ടി തുന്നിച്ച വില കൂടിയ കുപ്പായത്തിൻ്റെ ബട്ടണുകൾ ഒന്നൊന്നായി പൊട്ടി താഴെ വീണു. ഷർട്ടിൻ്റെ കുടുക്കുകൾ തകർന്ന നഗ്നമായ നന്ദഗോപൻ്റെ നെഞ്ചിൽ കല്യാണി മുഖം ഇറുക്കുകയും കൈകൾ ചുരുട്ടി ഇടിക്കുകയും ചെയ്തു. നന്ദൻ ചീത്ത. ഒരു പ്രതിമയായി നിശ്ചലം നിൽക്കുകയാണ് നന്ദഗോപൻ. പൊടുന്നനെ കല്യാണിയുടെ ക്ഷോഭം അടങ്ങി. കുറ്റബോധം ഉണർന്നിരിക്കാം. നന്ദൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട ഉച്ചത്തിൽ ഏങ്ങലടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഓടി. നന്ദഗോപൻ സാവധാനം തിരിഞ്ഞ് ഗൗരിയെ നോക്കി. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ ഒരു പുഞ്ചിരി ആ മുഖത്തുണ്ടായിരുന്നു. വല്ലാത്തൊരു പേടിയേറ്റ ഭാവമായിരുന്നു ഗൗരിയിൽ.
നന്ദഗോപൻ മെല്ലെ ഗൗരിയുടെ അരികിലെത്തി തമാശ മട്ടിൽ ചിരിക്കാൻ ശ്രമിച്ചു. അയ്യേ! ഗൗരിയുടെ ചുമലിലൊന്ന് തട്ടി. ഈ കുപ്പായത്തിൻ്റെ ബട്ടണുകൾ പൊട്ടിയതിനാണോ ഈ വിഷമം? അകത്ത് ചെന്ന് നോക്ക്. വാർഡ്രോബിൽ തൂങ്ങിക്കിടക്കുന്ന മിക്ക ഷർട്ടുകൾക്കുമില്ല ബട്ടൺസ്. എല്ലാം അവളുടെ പണിയാ. ആ സാന്ത്വനം പക്ഷെ ഗൗരിയെ ഒട്ടും സ്പർശിച്ചില്ല. നിറകണ്ണുകളോടെ അവൾ നന്ദഗോപനെ തന്നെ നോക്കി നിന്നു. നോക്കൂ, നന്ദഗോപൻ തുടർന്നു. ഈ ശരീരത്തിൽ മുഴുവൻ നഖത്തിൻ്റെ വടുക്കളാ. എൻ്റെ കല്ലുവിൻ്റെ. ചിരിക്കുകയായിരുന്നെങ്കിൽ നന്ദഗോപൻ്റെ സ്വരത്തിന് പതർച്ച. നേരല്ലേ എന്ന് ചെറിയമ്മയോട് ചോദിച്ചു നോക്കൂ. നന്ദഗോപൻ ചെറിയമ്മയെ നോക്കി. കനീഭവിച്ച ദുഃഖമായി നിന്നിരുന്ന ചെറിയമ്മ പെട്ടെന്ന് തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. അതിലധികം പിടിച്ചു നിൽക്കാനാവാത്തതുപോലെ ഗൗരി ഒരു പൊട്ടിക്കരച്ചിൽ നന്ദഗോപൻ്റെ ചുമലിലേക്ക് വീണു. പിന്നെ ഉച്ചത്തിൽ ഏങ്ങലടിച്ചു. എന്താ ഇത് ഗൗരി? നന്ദഗോപൻ അവളുടെ താടി പിടിച്ചുയർത്തി. ചെറിയ കുട്ടികളെപ്പോലെ. ഏങ്ങലിൻ്റെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചതേയുള്ളൂ. വരൂ. നന്ദഗോപൻ ഗൗരിയെ ചേർത്ത് പിടിച്ചു. എല്ലാം ഞാൻ പറയാം. നന്ദഗോപൻ അവളെ മുകൾ നിലയിലെ കിടക്കമുറിയിലേക്കാണ് നയിച്ചത്. ഗൗരിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഗൗരിയോട് ചതി ചെയ്തുവെന്ന്? തങ്ങളുടെ കിടക്കറയിലെത്തിയ ഉടൻ നന്ദഗോപൻ അവളോട് ചോദിച്ചു. ഗൗരിയുടെ ഏങ്ങൽ നിലച്ചു. കണ്ണുകൾ വിടർത്തി അവൾ നന്ദഗോപനെ നോക്കി. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. എന്നാലും ഗൗരിയുടെ ധാരണ അതല്ലേ? ഗൗരി ശബ്ദിച്ചില്ല. അല്ലെങ്കിൽ ഈ നിസാര കാര്യത്തിൽ ഗൗരി ഇത്രമാത്രം വികാരാധീനയാവില്ലല്ലോ. നിസാര കാര്യമോ? ഗൗരി ദീനിയായി നന്ദഗോപൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അതെ, നന്ദഗോപൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, കല്യാണി ഒരു പ്രത്യേക തരക്കാരിയാണെന്ന്. മനസ്സ് നിറയെ സ്നേഹമുണ്ട്. പക്ഷേ നിസാര കാര്യത്തിൽ ക്ഷോഭിക്കും. പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. ഒരു മാറ്റക്കല്യാണം എന്ന നിലയ്ക്ക് കല്യാണിയുടെ ഈ പ്രാകൃതത്തെക്കുറിച്ച് ഞാൻ മുമ്പേ അറിയിക്കേണ്ടതായിരുന്നിരിക്കാം. എന്നാൽ ഗൗരിക്കും കുടുംബത്തിനും അവളെ പൊറുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. ഗൗരി ശബ്ദിച്ചില്ല. കല്യാണി എൻ്റെ കുപ്പായങ്ങൾ വലിച്ചു കീറാറുണ്ട്. എൻ്റെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ മുന്നിൽ അവളൊരു ചെറിയ കുട്ടിയാണ്. നന്ദൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും അവൾക്ക് ഞാൻ എല്ലാമാണ്. എനിക്കാണെങ്കിൽ ഈ ഭൂമിയിൽ അവൾ മാത്രമേ ഉള്ളൂ. ഗൗരിക്കറിയാമല്ലോ അത്. അവൾക്ക് എന്നെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തും വിളിക്കാനുള്ള അവകാശമുണ്ട്. ഒരനുജത്തി എന്നതിനേക്കാൾ മകളെപ്പോലെയാണ് അവൾ എനിക്ക്. ഗൗരി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുവരെ അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. എന്നെ വിവാഹം കഴിച്ചതും അവൾക്ക് വേണ്ടിയല്ലേ? ചോദിക്കരുതെന്ന് വിചാരിച്ചിരുന്നതാണെങ്കിലും പെട്ടെന്നുള്ള ആവേശത്തിൽ അവൾ ചോദിച്ചുപോയി. നന്ദഗോപനിൽ ഒരു നടുക്കമുണ്ടായി. അവൻ ഗൗരിയെ തുറച്ചു നോക്കി. എന്തേ ഗൗരി ഉദ്ദേശിച്ചത്? കല്യാണിക്ക് അഭികാമ്യനായ ഒരു വരനെ കിട്ടാൻ വേണ്ടിയല്ലേ? നന്ദേട്ടൻ ഒരിക്കലും അനുയോജ്യയല്ലാത്ത എന്നെ. ഗൗരിയുടെ സ്വരം ഇടറി. ഗൗരി എനിക്ക് അനുയോജ്യയല്ലെന്നോ? ആര് പറഞ്ഞു ഇത്? എനിക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരു ബന്ധമല്ലേ ഇത്? ഗൗരിക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അതെൻ്റെ ഭാഗ്യം. എങ്കിലും ഒരു സത്യം കൂടി ഞാൻ പറയാം. എൻ്റെ കല്ലുവിന് ഒരുപാട് ആലോചനകൾ വന്നതാണ്. അവളുടെ സ്വഭാവ വൈചിത്ര്യം അറിഞ്ഞതുകൊണ്ടും അവളെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ളവർ. പക്ഷേ അവർക്ക് ആവശ്യം അവളുടെ പേരിലുള്ള സ്വത്താണ്. എനിക്കാവശ്യം എൻ്റെ കുട്ടിയെ മനസ്സിലാക്കാനും സ്നേഹിക്കുവാനും കഴിയുന്ന ഒരു ചെറുപ്പക്കാരനും. ഗൗരിയുടെ ചന്തുവിനെ എനിക്ക് തൃപ്തിയായി. ഒരു മാറ്റക്കല്യാണമാവുമ്പോൾ ആ ബന്ധത്തിന് ഒന്നുകൂടി ബലമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതൊരു ചതിയായി തെറ്റിദ്ധരിക്കരുത് ഗൗരി. ഞാൻ ചന്തുവിനെക്കുറിച്ചാണ് ഓർത്തത്. ഗൗരി പറഞ്ഞു. അവൻ ഒരുപാട് സങ്കല്പങ്ങളുള്ളവനാണ്. അതുകൊണ്ട് കല്യാണിയുടെ ഈ സ്വഭാവം അവനെ വേദനിപ്പിച്ചാലോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കല്യാണി അവളുടെ നന്ദനോട് ഇങ്ങനെ പെരുമാറിയെന്ന് വെച്ച് ലോകത്തോട് മുഴുവൻ അവൾ ഇങ്ങനെ ആയിരിക്കില്ല. ഗൗരി മിണ്ടിയില്ല. ഒരു വാചകം കൊണ്ടോ ഒരു നിമിഷത്തെ പെരുമാറ്റം കൊണ്ടോ ആരെക്കുറിച്ച് നിഗമനത്തിലെത്തരുത് ഗൗരി. നാളെ പുലരുമ്പോൾ നീ കാണുന്ന കല്യാണി മറ്റൊരുവളായിരിക്കും. ഗൗരിയുടെ മുഖം കുനിഞ്ഞു. നിന്റെ സഹോദരനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ അവൾക്ക് കഴിഞ്ഞെന്ന് വരും. കല്യാണി ഒരല്പം എക്സെൻട്രിക് ആണെന്നതൊഴിച്ചാൽ. നന്ദേട്ടൻ ക്ഷമിക്കണം, ഗൗരി അറിയിച്ചു. കല്യാണിയുടെ അപ്പോഴത്തെ പെരുമാറ്റം കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ പേടിച്ചുപോയി. എൻ്റെ അനുജത്തി വല്ല ഭ്രാന്തിയുമാണെന്നാവും. നന്ദഗോപൻ ചിരിച്ചു. ഗൗരി വല്ലാതെയായി. ദയവായി അങ്ങനെയൊന്നും പറയരുതേ. അല്ല, ഗൗരി അങ്ങനെ വിചാരിച്ചാലും അതിശയമില്ല. അവൾ കാണിച്ചതും അത്തരത്തിലായിരുന്നല്ലോ. ഗൗരി മുഖമുയർത്തിയതേയില്ല. നന്ദഗോപൻ അവളുടെ ചുമലിൽ കൈവച്ചു. സാരമില്ല, തൽക്കാലം നമുക്കത് മറക്കാം. ഇന്ന് അവളുടെ ആദ്യ ദിനമാണ്. നാം കടന്നു ചെല്ലുന്നത് നമ്മുടെ ആദ്യ രാവിലേക്കാണ്. ഗൗരിയുടെ മുഖത്ത് നാണത്തിൻ്റെ തുടിപ്പുണ്ടായി. വളരെ താമസിച്ചാണ് നന്ദഗോപനും ഗൗരിയും അത്താഴം കഴിക്കുവാൻ താഴേക്ക് വന്നത്. തീന്മേശയ്ക്കരികെ ഉറക്കം തൂങ്ങി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചെറിയമ്മ. ചെറിയമ്മയ്ക്ക് ഉറങ്ങിക്കൂടായിരുന്നോ? എന്തിനാ വെറുതെ ഉറക്കം വിളിച്ച് കാത്തിരുന്നത്? നന്ദഗോപൻ തിരക്കി. അതല്ലല്ലോ ഇവിടുത്തെ പതിവ്. ചെറിയമ്മയുടെ മുഖത്ത് പരിഭവ. നിങ്ങൾക്ക് വിളമ്പിത്തരാതെ ഞാൻ എങ്ങനെയാ പോയി കിടക്കുക? വിശേഷിച്ചും ഇവിടെ ഒരാൾ പിണങ്ങി പട്ടിണി കിടക്കുമ്പോൾ. ആരാ പട്ടിണി കിടക്കുന്നത്? നന്ദഗോപൻ ആരാഞ്ഞു. കല്ലുമോൾ. ചെറിയമ്മ ചിരി കടിച്ചമർത്തി. നന്ദനും ഏട്ടത്തമ്മയും വന്നിട്ട് അത്താഴം വേണ്ടു എന്നും പറഞ്ഞ് പോയി കിടക്കുകയാണ്. നന്ദഗോപൻ അർത്ഥഗർഭമായി ഗൗരിയെ നോക്കി. കണ്ടോ, ഇത്രയേ ഉള്ളൂ എൻ്റെ കല്ലു.
ഗൗരിക്ക് ഇപ്പോൾ ഒരു അപരാധിനിയുടെ ഭാവം. ആ ഗൗരി ഇരിക്കെ ഞാൻ പോയി കല്യാണിയെ വിളിച്ചുകൊണ്ട് വരാം, നന്ദഗോപൻ പറഞ്ഞു. പെട്ടെന്ന് ഗൗരി അവൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. നന്ദേട്ടൻ ഇരുന്നോളൂ, ഞാൻ പോയി കല്യാണിയെ വിളിച്ചുകൊണ്ട് വരാം. നന്ദഗോപന് സമാധാനമായി. ആ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. എന്നാൽ ഗൗരി ഊൺമുറിയിൽ നിന്ന് വാതിൽ കടക്കും മുമ്പേ കണ്ണും തിരുമ്മിക്കൊണ്ട് കല്യാണി വാതിൽക്കിലെത്തി. ആ ചുണ്ടിൽ ഒരു കള്ളച്ചിരി. ആഹാ, കള്ളയുറക്കമായിരുന്നു അല്ലേ? നന്ദഗോപൻ ആഹ്ലാദത്തിൽ അനിയത്തിയോട് തിരക്കി. കള്ളൻ നന്ദന, കല്യാണി കൊഞ്ചി. എന്നെ കല്യാണത്തിന് കൊണ്ടുപോകാതിരുന്നത് കൊണ്ടല്ലേ ഞാൻ വഴക്കിട്ടത്? നല്ല ഭംഗിയുള്ള ഒരു ഏട്ടത്തിയമ്മയെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടാതായില്ലേ? ഗൗരി അറിയാതെ ചിരിച്ചുപോയി. പിന്നെ കല്യാണിയുടെ കൈ കവർന്നു. എത്ര ഭംഗിയുള്ള ഏട്ടത്തിയമ്മ വന്നാലും ഏട്ടൻ്റെ ഓമന കല്യാണിയല്ലേ, അതിനൊരിക്കലും മാറ്റമുണ്ടാവില്ല. ഗൗരി അവളുടെ മുടിയിലൂടെ തഴുകി. കല്യാണിക്ക് തൃപ്തിയായി. എനിക്ക് വിശക്കണു, അവൾ പറഞ്ഞു. ഉച്ചയ്ക്കും കൂടി ഞാനൊന്നും കഴിച്ചിട്ടില്ല. ആഹാ, എങ്കിൽ ഏട്ടത്തിയമ്മ വിളമ്പി തരാമല്ലോ. ഗൗരി തന്നെയാണ് വിളമ്പിയത്. ഗൗരിയുടെ നിർബന്ധത്തിൽ ചെറിയമ്മയും ഒപ്പുയിരുന്നു. എന്നെ ഏട്ടത്തിയമ്മ എന്ന് വിളിക്കുമ്പോൾ കല്ലു ഏട്ടനെ നന്ദനെന്ന് വിളിക്കുന്നത് മോശമല്ലേ? പേടിച്ചാണ് ഗൗരി ചോദിച്ചത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ടിയിരുന്നില്ല എന്നും തോന്നി. കല്യാണി ക്ഷോഭിച്ചാലോ? എന്നാൽ അവൾ കൈത്തലങ്ങൾ കൊണ്ട് മുഖം പൊത്തി ലജ്ജ ഭാവിച്ചതേയുള്ളൂ. ഗൗരിക്കത് പ്രോത്സാഹനമായി. സ്നേഹപൂർവ്വം നിയന്ത്രിച്ചാൽ കല്ലു വളയും. നന്ദേട്ടൻ പറഞ്ഞത് സത്യമാണ്. അച്ഛനും അമ്മയും നേരത്തെ നഷ്ടമായ കുട്ടിയല്ലേ. നല്ലത് പറഞ്ഞു കൊടുക്കാൻ അവൾക്ക് ആളുകൾ കുറവായിരുന്നല്ലോ. വീട്ടിൽ നിന്ന് പുറത്തു കിടന്ന് മറ്റുള്ളവരുടെ ജീവിതങ്ങൾ കണ്ടുപിടിക്കാനുള്ള സൗകര്യം ഉണ്ടായില്ല. നന്ദേട്ടനും ചെറിയമ്മയും അവൾക്ക് നൽകിയത് കലവറയില്ലാത്ത സ്നേഹം മാത്രമാണ്. ഏട്ടത്തിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം എന്താണ്? കല്യാണി ചോദിച്ചു. എന്തേ? ഗൗരിക്ക് അത്ഭുതം. നാളെ അതുണ്ടാക്കാൻ ചെറിയമ്മയോട് പറയാം. നാളെ കല്യാണിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം മതി. അതാണ് ഏട്ടത്തിയമ്മയ്ക്കും ഇഷ്ടം. കുമ്പിളപ്പം. കല്യാണി ഗൗരിയെ നോക്കി. അതെ, കല്ലു അതെങ്ങനെ അറിഞ്ഞു? കല്യാണിക്ക് അങ്ങേയറ്റത്ത് സന്തോഷം. എനിക്കറിയാമായിരുന്നു ഏട്ടത്തിയമ്മയ്ക്ക് അതാവും ഇഷ്ടമെന്ന്. എനിക്കും അതാ ഇഷ്ടം. അങ്ങനെ ആഹ്ലാദത്തിൽ ആ രാത്രി അവസാനിച്ചു. സ്നേഹത്തിൻ്റെ ഒപ്പം കല്ലുവിന് അല്പം ഉപദേശങ്ങൾ കൂടി നൽകാം, നന്ദഗോപൻ ഗൗരിയോട് പറഞ്ഞു. ഗൗരിക്ക് അവളെ മെരുക്കാൻ പറ്റും. ആ ധൈര്യത്തിലാണ് പിറ്റേന്ന് പ്രാതലിൻ്റെ സമയത്ത് ഗൗരി ചിലതൊക്കെ പറഞ്ഞത്. മൂത്തവരെ പേര് വിളിക്കാൻ പാടില്ല. പിന്നെ അല്പമൊക്കെ അടുക്കളക്കാര്യങ്ങൾ പഠിക്കണം. മറ്റൊരു വീട്ടിൽ പോയി കഴിയേണ്ടതല്ലേ കല്ലു? ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. ഈ വീടും തൊടിയും എൻ്റെ പേരിൽ എഴുതി തന്ന. പാവാ നന്ദൻ. മാർദ്ദവുമില്ലാത്ത മറുപടി. നിരാശ തോന്നിയെങ്കിലും ഗൗരി വിട്ടില്ല. ഈ വീടും തൊടിയും എല്ലാം കല്ലുവിൻ്റേതാണ്. എന്നാലും വല്ലപ്പോഴുമെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാതെ പറ്റില്ലല്ലോ. മുഖം ഇരുളുകയാണ്. കല്ലുവിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏട്ടത്തിയമ്മ പറയുന്നത്. നല്ല കുട്ടിയായി വളരണം. എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിക്കണം. ഊണുമേശയിൽ മുഖം ചായച്ചു വെച്ച് കിടക്കുകയാണ് കല്യാണി. ഞാൻ പറയുന്നത് നീ കേൾക്കണ്ട, അവിടേക്ക് കടന്നു വന്ന നന്ദഗോപൻ അറിയിച്ചു. പക്ഷേ ഏട്ടത്തിയമ്മ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചോളണം. അല്ലെങ്കിൽ ഇനി കുത്തിരീച്ച എൻ്റെയും വിധം മാറും. മേശമേൽ വിശ്രമിച്ചിരുന്ന കല്യാണിയുടെ നീല ഞരമ്പോടിയ തുടുത്ത കൈത്തണ്ട വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. കല്ലു, ഗൗരി വിളിച്ചു. കൈത്തണ്ടയുടെ വിറയൽ വളർന്ന കല്യാണിയുടെ ദേഹം മൊത്തം വിറയ്ക്കാൻ തുടങ്ങി. കല്യാണി. ഗൗരിക്ക് പരിഭ്രമമായി. പെട്ടെന്ന് കല്യാണി വിറച്ച് താഴെ നിലത്തേക്ക് കുഴഞ്ഞു വീണു. ജീവിതത്തിൽ ഇത്രയേറെ മാനസിക പിരിമുറുക്കം അനുഭവിക്കപ്പെട്ട നിമിഷങ്ങൾ ഗൗരിക്ക് വേറെ ഉണ്ടായിട്ടില്ല. കല്യാണി ഉണർന്നെഴുന്നേറ്റിരുന്ന ചെറിയമ്മ കൊണ്ടുകൊടുത്ത തണുത്ത വെള്ളം കുടിച്ചിട്ടും ഗൗരിയുടെ മനസ്സ് ശാന്തമായില്ല. കല്യാണി വിറച്ച് വീണത് തൻ്റെ ഒരു കൈപ്പിഴവാണെന്ന് അവൾക്ക് തോന്നിയത്. താനിവിടെ കാലെടുത്ത് വെച്ച ശേഷം കല്യാണി ആകെ അസ്വസ്ഥതയായിരുന്നല്ലോ. ഇങ്ങനെ ഒരു അസുഖം അവൾക്കുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉപദേശത്തിനൊന്നും പോകില്ലായിരുന്നു. ഇത്തരം അസുഖമുള്ളവർ നിസാര നടുക്കങ്ങളിൽ പോലും ഇളകുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ കല്യാണിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടും നന്ദേട്ടനത് ഒളിച്ചു വെച്ചത്. നന്ദേട്ടൻ ചതിക്കുകയായിരുന്നോ? കല്യാണി ഒരു പ്രത്യേക തരമാണെന്ന് നന്ദേട്ടൻ പറഞ്ഞപ്പോൾ അതൊരു ലഘുവായ പ്രശ്നമാക്കി സമാധാനിക്കാൻ യത്നിക്കുകയായിരുന്നു താനും. എന്നാൽ കൈകാലുകൾ നിലത്ത് തല്ലി ചുണ്ടുകൾക്കിടയിലൂടെ നുരയും പതയും ഒഴുക്കിയിരുന്ന പെൺകുട്ടിയുടെ കയ്യിൽ താക്കോൽ തിരികെ വയ്ക്കാനുള്ള ചെറിയമ്മയുടെ ശ്രമം കണ്ടപ്പോൾ എന്തൊക്കെയോ തകർന്നു നിലംപൊത്തുന്നതായാണ് അനുഭവപ്പെട്ടത്. നിലംപതിച്ചത് തൻ്റെ ഭാവി സങ്കല്പങ്ങളായിരുന്നില്ലേ? ജീവിതമായിരുന്നില്ലേ? കല്യാണിയുടെ ഈ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തൻ്റെ മാതാപിതാക്കളോ ചന്തുവോ നിശ്ചയിക്കപ്പെട്ട കല്യാണത്തിന് സമ്മതിക്കുമോ? സമ്മതിക്കാതിരുന്നാൽ തൻ്റെയും നന്ദേട്ടൻ്റെയും ജീവിതം? കല്യാണിക്കൊരു ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടിയാവാം നന്ദേട്ടൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആവാം എന്നല്ലാതെ. ആ സ്ഥിതിക്ക് ആ ഉടമ്പടി തെറ്റിയാൽ കല്യാണിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നതായി തോന്നി. കല്യാണി ബോധം തെളിഞ്ഞ് കിടക്ക വിട്ട് എഴുന്നേറ്റ ശേഷമാണ് നന്ദഗോപൻ്റെ സുഹൃത്തായ ഡോക്ടർ എത്തിയത്. അദ്ദേഹത്തെ കാറിൽ കയറ്റി യാത്ര അയച്ചിട്ട് നന്ദൻ ഗൗരിയുടെ അരികിലെത്തി. ഗൗരി വല്ലാതെ ഭയന്നു പോയി അല്ലേ? നന്ദഗോപൻ നിസാരമട്ടിൽ ചിരിക്കാൻ ശ്രമിച്ചു.
ഗൗരിയുടെ മുഖം പക്ഷെ മുറുകുകയാണ് ചെയ്തത്. ഗൗരി വരൂ, പറയട്ടെ. നന്ദഗോപൻ അവളെ മുകളിലത്തെ കിടക്കറയിലേക്ക് ക്ഷണിച്ചു. വളരെ സാവധാനമാണ് ഗൗരി കോണിപ്പടികൾ കയറിയത്. കിടക്കറയിലെത്തിയത് നന്ദൻ ഗൗരിയുടെ കൈ കവർന്നു. ഗൗരി എന്തുകൊണ്ടാണ് ഇങ്ങനെ വല്ലാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. നന്ദൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഞാൻ ചതിച്ചു എന്നല്ലേ വിചാരം? എന്തു മറുപടി പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു ഗൗരി. നോവൽ നാളെ തുടരും.